നർത്തകിയും നൃത്താധ്യാപികയുമായ ഡോക്ടർ രേഖ രാജുവിന്റെയും 7 നർത്തകരുടെയും മോഹിനിയാട്ടം കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ചു. ജയദേവ കവികളുടെ രാധാമാധവ രാസലീലകളെ അടിസ്ഥാനമാക്കി കലാമണ്ഡലം ഡോക്ടർ സുഗന്ധിയാണ് നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയത്. ഡോക്ടർ രേഖ രാജുവും 7 നർത്തകരും ചേർന്നാണ് മോഹിനിയാട്ടം വന്ദനം നൃത്താസ്വാദക സദസ്സ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ അവതരിപ്പിച്ചത്. ജയദേവ കവികളുടെ രാധാമാധവ രാസലീലകളെ അടിസ്ഥാനമാക്കി കലാമണ്ഡലം ഡോക്ടർ സുഗന്ധി ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരത്തിൽ സുധിന്റെ മൃദംഗവും ദീപാബാലന്റെ ആലാപനവും ചേർന്നപ്പോൾ അത് കാഴ്ചക്കാരുടെയും മനം കവർന്നു. നൃത്താസ്വാദക സദസ്സിൽ ഡോക്ടർ രേഖയ്ക്കൊപ്പം അനുശ്രീ, ധന്യ, ശ്രീജ, ശ്വേത, ജീപ്ത തുടങ്ങിയവരും ഗുരുവന്ദനം അർപ്പിച്ചു. നൃത്തം പഠിപ്പിക്കണമെന്ന നിർബന്ധവുമായി ഗുരുവിന്റെ പിന്നാലെ കൂടിയ 3.5 വയസ്സുകാരി. 4.5 വയസ്സിൽ 45 മിനിറ്റുള്ള ഭരതനാട്യം അവതരിപ്പിച്ച് ആദ്യ സ്റ്റേജ് പെർഫോമൻസിലൂടെ ആസ്വാദകരുടെ ഹൃദയം കവർന്ന നർത്തകി. അങ്ങനെ രേഖ രാജുവിന് വിശേഷണങ്ങൾ ഏറെയാണ്. യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജയലക്ഷ്മി രാഘവന്റെയും ബിസിനസ്സുകാരനായ രാജുവിന്റെയും ഏകമകളായ രേഖ പിന്നീട് നൃത്യവിഭൂഷൺ, നൃത്യവിലാസിനി, നൃത്യരഞ്ജിനി, യുവകലാഭാരതി, അഭിനവ ഭാരതി, നാട്യവേദ, ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നൃത്യകൗമുദി തുടങ്ങി നിരവധി അവാർഡുകൾക്കാണ് അർഹയായി മാറിയത്. ഓരോ നിമിഷവും നൃത്തത്തിനു വേണ്ടി മാറ്റിവെച്ച കല ജീവിതം തന്നെയായ രേഖ രാജു ഓർമ്മ വെച്ചത് മുതൽ കൂടെയുള്ള സ്വപ്നത്തെ കൂടെ കൂട്ടി യാത്ര തുടരുകയാണ്. കലയോടുള്ള ഇഷ്ടവും ചങ്ങമ്പുഴ പാർക്കിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും രേഖ രാജു പങ്കുവച്ചു. എൻ്റെ ഒരു ഗുരുയുടെ ഒരു അനുഗ്രഹമാണ്. ഞാൻ 2020 ഡോക്ടർ സുഗന്ധി മാമിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡും പിന്നെ കുറേ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാർട്ട് തന്നെ അത് തിരഞ്ഞെടുത്തു. ആൻഡ് ദെൻ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.